ഇന്ന് ഞാൻ ഈ വേദിയിൽ എത്തിയിരിക്കുന്നത് RSCയുടെ മൈൻഡ് യുവർ മൈൻഡ് ക്യാമ്പയിനിന്റെ ഭാഗമായി മനുഷ്യരുടെ മനസ്സ് എന്ന വിഷയത്തിൽ ഏതാനും ചില വാക്കുകൾ എൻ്റെ ആശയം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഭൂരിഭാഗം പേരും അവഗണിക്കുന്നതുമായ, വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുവാൻ നാം ഓരോരുത്തരും മറന്നു പോകുന്നതുമായ ഒരു മേഖലയാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. നമ്മളിൽ പലരും ജീവിത വിജയത്തെ കണക്കാക്കുന്നത് അത് ധാരാളം സമ്പത്തുണ്ടായിരിക്കുക, മണിമാളികകൾ പണിതുയർത്തുക, നല്ല പഠിപ്പുണ്ടായിരിക്കുക, നല്ല ജോലി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ പലരും മനസ്സ് നന്നാവുക, മനസ്സിന് സമാധാനം ഉണ്ടായിരിക്കലാണ് യഥാർത്ഥ വിജയം എന്ന് പലരും മറന്നു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാം, ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അർദ് വലകിന്നൽ ഗിനാ അൻ നഫ്സ്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ധാരാളം വസ്തു ഉണ്ടായിരിക്കലല്ല, മറിച്ച് അവന്റെ മനസ്സിന്റെ തൃപ്തിയാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതായത് മനസ്സിന്റെ ആരോഗ്യം. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു കാര്യം ചോദിച്ചു നോക്കണം. ഒരു വ്യക്തി എത്ര വേണമെങ്കിലും സമ്പാദിച്ചു കൂട്ടാം, എത്ര വലിയ മണിമാളികകൾ വേണമെങ്കിലും പണിതുയർത്താം, ലോകത്തെ തന്നെ കീഴടക്കാം. പക്ഷേ ഒരു നിമിഷത്തേക്ക് അവന്റെ മനസ്സിന് സമാധാനം കിട്ടിയില്ലെങ്കിൽ, ഒരു നിമിഷത്തേക്ക് അവന്റെ മനസ്സിന്റെ സമനില തെറ്റിപ്പോയാൽ, എത്ര വലിയ പണമുണ്ടെങ്കിലും എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ആ വ്യക്തി ഒരു മാനസിക രോഗിയായി മാറി എന്നുള്ളതാണ് സത്യം. മനസ്സിനെ മറന്നുകൊണ്ട് പണത്തിനും പ്രശസ്തിക്കും പിന്നിൽ മനുഷ്യർ കുതിച്ചു പായുന്നു എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് വർഷങ്ങൾക്ക് മുൻപ് എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഏതാനും ചില വരികളാണ്. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, ബന്ധു വെണ്ണീരായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴിലെ കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്ത മഹാമോഹം. അതായത് നാം ശരീരത്തെ കുറിച്ച് മാത്രം ഓർത്ത്, ഈ ഭൂമിയിലുള്ള ആവശ്യങ്ങളെ കുറിച്ച് മാത്രം ഓർത്ത്, പണത്തെയും പ്രശസ്തിയെയും കുറിച്ച് മാത്രം ഓർത്ത് നമ്മുടെ മനസ്സിനെ കുറിച്ച് നാം മറന്നു പോകുന്നു. പക്ഷേ നമ്മുടെ ശരീരം, ഈ ഭൂമിയിലുള്ളതെല്ലാം അത് നശിച്ചു പോകുന്നതാണ്. എന്നാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന നമ്മുടെ ആശയങ്ങൾ തലമുറകളോളം നിലനിൽക്കുന്നതാണ്. നാം ഓരോരുത്തരും മറന്നു പോകുന്നത്. എനിക്ക് എന്റെ പ്രിയ സുഹൃത്തുക്കളോട് 2 ഉദാഹരണങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ദ ഗ്രേറ്റ് പോലും മരണാസന്ന നിലയിൽ തന്റെ അനുയായികളോട് പറയുകയാണ്, ഞാൻ മരിച്ചതിന് ശേഷം എന്നെ ശവം കൊണ്ടുപോകുമ്പോൾ ശവപ്പെട്ടിയിൽ നിന്ന് എന്റെ 2 കൈകളും നിങ്ങൾ പുറത്തേക്ക് തൂക്കിയിടണം. ഇത് കേട്ട് അത്ഭുതപ്പെട്ടു പോയ തന്റെ അനുയായികൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നാം എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറയുന്ന വളരെ അർത്ഥവത്തായ ഒരു മറുപടിയുണ്ട്, ഞാൻ ലോകം മുഴുവൻ കീഴടക്കി, ലോകത്തെല്ലായിടത്തും ഞാൻ പ്രശസ്തി നേടി, അത്തരത്തിലുള്ള ഞാൻ പോലും മരിച്ചു കഴിഞ്ഞാൽ പോകുന്നത് കയ്യിലൊന്നും ഇല്ലാതെയാണ്, ശൂന്യനായിട്ടാണ് പോകുന്നത് എന്ന് ലോകം മനസ്സിലാക്കുക. രണ്ടാമത്തെ ഉദാഹരണം, സൗന്ദര്യം കൊണ്ട് ഒരു കാലത്ത് ഹോളിവുഡിനെ തന്നെ കീഴടക്കിയ ഒരു നടിയായിരുന്നു മാരിലിൻ മൺറോയ്. പക്ഷേ അവർ വളരെ ചെറുപ്രായത്തിൽ തന്നെ എന്റെ സൗന്ദര്യമാണ് എന്റെ നാശത്തിന് കാരണം, എന്റെ സൗന്ദര്യമാണ് എന്റെ ശാപം എന്ന് കുറിച്ചു വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ഈ 2 കഥയിലൂടെ നമ്മെ ചരിത്രം പഠിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഒന്ന്, എത്ര പ്രശസ്തി ഉണ്ടായാലും ലോകം മുഴുവൻ കീഴടക്കിയത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ജീവിത വിജയം കൈവരിക്കുവാൻ കഴിയുകയില്ല, മറിച്ച് ആ വ്യക്തിയുടെ മനസ്സ് നന്നാകണം, മനസ്സിന് സമാധാനം ഉണ്ടായിരിക്കണം. 2, എത്ര സൗന്ദര്യം ഉണ്ടായതുകൊണ്ടും ഒരു വ്യക്തിക്ക് ജീവിത വിജയം കൈവരിക്കുവാൻ കഴിയുകയില്ല, മറിച്ച് ഒരു നിമിഷമെങ്കിലും ഒരു വ്യക്തിക്ക് മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ഉള്ളത് കൊണ്ട് തൃപ്തനാണ് എന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ പറയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ, അവിടെയാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ജീവിത വിജയം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഞാൻ വലിച്ചു നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.